മിക്കവാറും കെട്ടിടത്തിൽ തീപിടുത്തം വളരെ കോമൺ ആയിട്ടൊരു സംഭവമാണ്. ആ തീപിടുത്തത്തെ വളരെ നേരത്തെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന വെറും 10 സെക്കൻഡ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സ്കൂള് വികസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അത് കണ്ടു നോക്കാം. ഇതാണ് സ്മാർട്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അതായത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഹോട്ടൽ, ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെന്റ് അതുപോലുള്ളിടത്താണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം അവിടെയൊക്കെയാണ് ഗ്യാസുകളുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് ലീക്ക് ആയാൽ മതി, അല്ലെങ്കിൽ അപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അവിടെ മൊത്തം രക്ഷിക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ അലാംസ് ഒക്കെ അലാം ചെയ്യുന്നതല്ലാതെ നമ്മളിൽ ഒരാൾ ചെന്ന് ആ സാധനം റെഡി ആക്കി അണയ്ക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെന്തും ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവും. അങ്ങനെ ആ സമയം ചുരുക്കാനും പിന്നെ ആ റെസ്ക്യൂ ആൾക്കാർ വരുന്നിടം വരെയും ഈ ഫയറിന് ഏകദേശം സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുമാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 10 to 20 സെക്കൻഡ് കൊണ്ട് തീ അണയ്ക്കാൻ പറ്റും. വെറും 2 to 5 സെക്കൻഡ് കൊണ്ട് ഈ മോട്ടറുകളിലെ ഈ അർഡിനോ യൂണോ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആക്ടിവേറ്റ് ചെയ്ത് എവിടാണോ ഫ്ലെയിം അവിടെ ചെന്ന് അണയ്ക്കുന്നതായിരിക്കും. ഇത് 180 ഡിഗ്രി സെർവ് ആണ് കണക്ട് ചെയ്തത്. അപ്പൊ ആ 180 ഡിഗ്രി തന്നെ ചുറ്റുപാടുള്ള തീകൾ നമുക്ക് അണയ്ക്കാനായിട്ട് കഴിയും. വെള്ളമുണ്ട്, ഫോം ഉണ്ട്, പൗഡർ ഉണ്ട്. കാരണം വാട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ എന്തെങ്കിലും വസ്തു, കർട്ടൻ അതുപോലെയുള്ള കത്തിപ്പിടിച്ച അണയ്ക്കുന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫോം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഫോമിനകത്തും ചെറിയൊരു മോയ്സ്ചറൈസർ അതുകൊണ്ട് വെള്ളത്തിന്റെ കണ്ടന്റ് ആണ്. അപ്പൊ അവിടെ ഒന്നുകൂടെ തീ കത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെയാണ് നമ്മൾ ഈ പൗഡർ ഉപയോഗിക്കുന്നത്. ഫോം ഉപയോഗിക്കുന്നത് ഈ കെറോസിൻ ഡെൻസിറ്റി കുറഞ്ഞെടുത്ത് വാട്ടർ കെറോസിന്റെ അടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറവായതിനാൽ തീ ഒന്നുകൂടെ കൂടാനേ ചാൻസസ് ഉള്ളൂ. അതിനാണ് ഫോം ഉപയോഗിക്കുന്നത്. അതും കൂടാതെ ഇത് റീചാർജബിൾ ബാറ്ററി, നമുക്ക് കുത്തിയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും. അഥവാ ഇത് ഒരു റൂം, ഇത് ടെമ്പറേച്ചർ സെൻസറും ഒരു സ്മോക്ക് സെൻസറും ഉണ്ട്. ഈ റൂം ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. ഇതിപ്പോ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അർഡിനോ യൂണോയാണ്. അന്നേരം അതിന് കപ്പാസിറ്റി കുറവായ ഒരു ബോർഡാണ്. ഞങ്ങൾക്ക് വാട്ടർ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. പമ്പിന് കൊടുക്കാൻ ഒരു ചാർജ് ഇല്ല. ഇത് ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് അർഡിനോ നാനോ ആക്കുവാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഫോം, പൗഡർ, വാട്ടർ, നല്ല കപ്പാസിറ്റി പവറോട് ആക്കാം. അഥവാ ഇത് അർഡിനോ നാനോ ഇത് കപ്പാസിറ്റി ക്വാണ്ടിറ്റി ഒക്കെ കൂടുന്ന സമയത്ത് അർഡിനോ നാനോയും വർക്കായി ആ സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് നല്ലൊരു ബോർഡ് എന്തായാലും കാണും. അത് ഉപയോഗിച്ചും പിന്നെ ഫ്ലെയിം സെൻസേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു അതിന്റെ റേഡിയസ് കൂട്ടിയും ഒക്കെ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കി നമുക്ക് എത്ര പരമാവധി തീ ഫ്ലെയിം അല്ലെ ഫയർ ആക്സിഡന്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും.